സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ലാണ്ട് മറ്റുള്ളവർ എന്താണോ ചെയ്യണത് അല്ലെങ്കിൽ എവിടെന്നാ എന്താ ഇട്ടിരിക്കണെന്ന് നോക്കി പരതി നടക്കുന്ന ആൾക്കാർ, ഇതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് റോഡിലിറങ്ങി പിച്ചയ്ക്ക് പോവുക. ശരിക്കും പറഞ്ഞാൽ പിച്ച് തന്നെ നല്ലത്. ഷാജിദ ഷാജി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവർ കുറെ നാൾക്ക് മുന്നേ ഇവർ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇവരുടെ വീഡിയോസ് എല്ലാം ശ്രദ്ധിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു സിംഗിൾ പേരന്റ് ആയിരുന്നു. 5 കുട്ടികളെ വളർത്താനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഇവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ ഓരോ വീഡിയോസ് ചെയ്യുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തതായിരുന്നു. അപ്പം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തു. അതിനുശേഷം ഇവരുടെ ചാനൽ നല്ല രീതിയിൽ അങ്ങ് വളർന്നു. അതായത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി. പിന്നെ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. വ്യൂസ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കാശൊക്കെ കിട്ടാൻ തുടങ്ങും. കാശൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ചിലവരുടെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം ഭയങ്കര അങ്ങ് തലയ്ക്ക് പിടിക്കും. പിന്നെ ബാക്കിയുള്ള എല്ലാവരെയും അങ്ങ് പുച്ഛമായിരിക്കും. പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സിനോടായിരിക്കും ഏറ്റവും ഭയങ്കര പുച്ഛം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ മഹാ വ്യക്തി. ഓക്കെ, എന്തായാലും ഈ റീസെന്റ് തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2ാമത്തെ കല്യാണമായിരുന്നു. ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും സുഖമാണ്. പിന്നെ കുറേ കമന്റിലില്ലേ വിധവയാണെന്നുള്ള കമന്റ് വന്നു. ഇനി വിധവ എന്ന് പറയില്ല. എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത്. ഓക്കെ, ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ്. ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്ന്. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറയാണ്ടിരുന്നതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു, എന്താ പറയുക, മെഹറിട്ടു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വിധവ എന്നുള്ളത് പറയണ്ട. എന്തിനാ ഇങ്ങനെ വിധവ പറയുന്നത്? അപ്പോൾ വിധവയല്ല, അപ്പോൾ വേറെ ഒരാളുടെ ഭാര്യയാണ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. ഇവരുടെ തുടക്കകാലത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയായിരുന്നു വന്നിരുന്ന് പറഞ്ഞത്. ഈ പറയുന്ന ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹസ്ബൻഡ് മരിച്ചതിന്റെ റീസൺ എങ്ങനെയാന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവർ തന്നെയാണ് മിക്കപ്പോഴും പറയുന്നത്, എന്റെ കണക്ക് ഒരു സ്ത്രീകളും ഇല്ല ഇതുപോലെ 5 മക്കളെ വളർത്താനായിട്ട് കഷ്ടപ്പെടുന്നില്ല. ഇത് പ്രത്യേകിച്ച് ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീകളുടെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് ഇവർക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഇവർ കുറെ നാൾക്ക് മുന്നേ ഒക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഇവർ പറയുന്നത് കണ്ടില്ലേ, വിധവ എന്ന് വിളിക്കുന്നത് ഇവർക്ക് ഭയങ്കര കുറച്ചിലായിട്ട്. ഓക്കെ, എനിവേ അത് വേറെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവരിപ്പോ ഇനി തൊട്ട് വിധവയല്ല. എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനി നല്ലൊരു കാര്യം. ഇനി ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ ഇവരുടെ അഹങ്കാരമാണ് നമുക്ക് കാണിക്കാതിരിക്കാൻ പറ്റാത്തത്. ഇനി ഇവർക്കെതിരെ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസുകാരെ പറ്റിയിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇത് കുറച്ച് നാൾക്ക് മുന്നുള്ള ഒരു വീഡിയോ. അത് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് വീഡിയോ വ്യക്തമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. അതിന്റെ കട്ട് പോർഷൻ ഓരോരുത്തരും എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസ്, അതും നമ്മളോടൊന്നും ചോദിക്കാണ്ട് നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ നമ്മളോട് ചോദിച്ചിട്ട് എടുത്തിടുന്ന ആൾക്കാരാണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ. ഇത് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇടണ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ കഥ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു കണ്ടന്റ് ആക്കി എടുത്തിടുന്നുണ്ടെങ്കിൽ, ഒന്നാമത് നമ്മളോട് നമ്മുടെ വീഡിയോസ് ഇടട്ടെ എന്ന് പോലും ഒരു ചോദിക്കാതെ ഇടുന്ന ആൾക്കാരാണ്. പിന്നെ അവരെ അതാണ് കണ്ടന്റ്. മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടന്റ് ആക്കി ഇടുന്നവരാണ് ഇപ്പൊ ഈ പറയുന്ന. ഇവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ടിട്ടാണ് പല ആൾക്കാരും എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആലോചിക്കുന്ന ഈ റിയാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്ന്. അത് ചെയ്തില്ലായിരുന്നു എങ്കിലുണ്ടല്ലോ ഇത് ആരും അറിയത്തില്ലായിരുന്നു. റിയാക്ട് ചെയ്തുകൊണ്ട് ഇവരെയൊക്കെ 10 പേര് അറിഞ്ഞു എന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ ഈ യൂട്യൂബ് ചാനൽസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ഈ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരെ ചീത്ത പറയുമ്പം അവരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാത്ത കാര്യം എന്തോ, വെറുതെ ചെയ്ത് ഫേമസ് ആക്കണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ ഇവരുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നല്ലത് പറഞ്ഞതിനാണ് ഇവരിപ്പോൾ നേരെ തിരിഞ്ഞ് സംസാരിക്കുന്നത്. ഇനി ഇവർ ഇന്നലെ ചെയ്തൊരു വീഡിയോ ഞാൻ കാണിക്കാം. ഇന്നലെ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഇവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്റെ മക്കളെ പൊന്നു പോലെ ഇക്ക നോക്കേനോ അപ്പുറമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഒരാളുടെ സഹായം ഇല്ലാതെ എന്നെ നോക്കണം. ഈ സബ്സ്ക്രൈബേഴ്സ് എന്നെ എപ്പോഴും മാസം സഹായിക്കുന്നുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? അല്ല, അവര് അന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചതിന് ഒരിക്കലും കുറ്റം പറയില്ല. പിന്നെ ഓരോരുത്തരും എനിക്ക് ഷാജി, ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നേർച്ചാക്കിയിട്ടുണ്ട് കേട്ടോ ഷാജി എന്ന് വിളിച്ച് പറയുന്നവർ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ അയച്ചു തരാൻ പറഞ്ഞാൽ എൻ്റെ മാസ വരുമാനം അതിലിതാവില്ല. എൻ്റെ വീഡിയോ കണ്ടന്റ് ആക്കിയിട്ട് എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്തിടുന്നതിനൊന്നും എനിക്കൊരു കാര്യം പറയാനില്ല. എൻ്റെ വീഡിയോ കണ്ടന്റ് ആക്കി ഇടുന്ന ആൾ, ഇപ്പൊ സുധീസ് വ്ളോഗ് ആയിക്കോട്ടെ, റിയാക്ടിങ് വീഡിയോസും അല്ലാണ്ടും ഇപ്പം മെയിനായിട്ട് മഷൂർ എടുത്തിട്ടിട്ടുണ്ട്. മഷൂർ എൻ്റെ വീഡിയോ കട്ടെടുത്തിടുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ ഇടുന്നത് എനിക്ക് പുച്ഛാണ് നിങ്ങളോട്. ശരിക്കും പറഞ്ഞ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പൈസ മേടിക്കുന്നതിൽ ഇതില്ല. മറ്റുള്ളവരുടെ പച്ചിറച്ചി തിന്നോണ്ട് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ലാണ്ട് മറ്റുള്ളവർ എന്താണോ ചെയ്യണത് അല്ലെങ്കിൽ എവിടെന്നാ എന്താ ഇട്ടിരിക്കണെന്ന് നോക്കി പരതി നടക്കുന്ന ആൾക്കാർ, ഇതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക്
റോഡിലിറങ്ങി പിച്ചയ്ക്ക് പോവുക. ശരിക്കും പറഞ്ഞാൽ പിച്ച് തന്നെ നല്ലത്. ഇങ്ങനെയൊക്കെ കണ്ടന്റ് തപ്പി നടക്കുന്നവർ ഇതിനെക്കാട്ടി നല്ലത് റോഡിലിറങ്ങി പിച്ച എടുക്കാനാണ് ഈ പറയുന്ന മഹാവ്യക്തി പറയുന്നത്. ഓക്കെ, എന്തായാലും ഈ വ്യക്തിയുടെ ചാനൽ ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവരുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ഞാൻ ഇവരുടെ ഈ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഹൈഡ് ചെയ്യുവാണ്, ഞാൻ കൊടുക്കുന്നില്ല. പക്ഷെ സംഭവം ഇത്രയേ ഉള്ളൂ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് വെച്ചേക്കുന്നത്. സാധാരണ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെന്തിനാണാവോ ഇതെടുത്ത് വെച്ചേക്കുന്നത്? പിന്നെ അവർ പറയുന്നുണ്ട് ഇപ്പൊ എന്നെ സബ്സ്ക്രൈബേഴ്സ് കാരണമൊന്നുമല്ല ഞാൻ ജീവിക്കുന്നതെന്നും എടുക്കുന്നതും അവരാരും അല്ല എനിക്ക് പൈസ തരുന്നതെന്ന്. ഇടയിൽ അവർ കണ്ടതിന്റെ പേരിലാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നത്. അത് ആദ്യം മനസ്സിലാക്കി. എല്ലാവരെയും വന്ന് ഈ പുച്ഛഭാവത്തോടുള്ള സംസാരം ഉണ്ടല്ലോ, അതൊരിക്കലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിലനിന്ന് പോകത്തില്ല. സീരിയസ് ആയിട്ട് പറയുവാണ്, നമ്മൾ എത്രത്തോളം താഴ്ന്ന്, നമ്മൾ എത്രത്തോളം നമ്മളായിട്ട് നിൽക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അല്ലാതെ ഞാൻ വലിയ സംഭവമാണ്, നീയൊക്കെ വെറുമില്ല ഒന്നും അല്ലാത്തവന്മാരാന്നുള്ള ഒരു സംസാരം ഉണ്ടല്ലോ, അതത്ര ശരിയുള്ള ഒരു പരിപാടിയല്ല. പിന്നെ ഇവർ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ മഷൂറ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട് ആ ലേഡി അവർക്കുണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട് ഇവരെ പറ്റിയിട്ട്. അതൊന്ന് കേൾക്കാം. അങ്ങനെയാണ് സഹായിച്ച് കിട്ടിയത്. അല്ലാതെ ഇതിനകത്ത് വലിയ എമൗണ്ട് ഒന്നും കിട്ടിയില്ല. എനിക്ക് എന്നേ ഞാൻ താമസമായേനാ. എന്നെ വെല്ലുവിളിക്കേണ്ട, ആരും എന്നെ വെല്ലുവിളിക്കേണ്ട. എൻ്റെ ചാനൽ നാളെ റിപ്പോർട്ട് അടിക്കുമെന്ന് എൻ്റെ അടുത്ത് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞ്, നാളെ എൻ്റെ ചാനൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ ചാനൽ മസ്റൂറ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് വരും. എന്നെ വെല്ലുവിളിക്കാൻ. ഞാനും തിരിച്ച് അവരെ ചാനൽ റിപ്പോർട്ട് ചെയ്യില്ല. കാരണം ഞാനും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാണ്ടായിപ്പോവും. അതുകൊണ്ട് സംസാരിക്കും. ഒരു മനുഷ്യൻ്റെ കൂടെ ഇത്ര അഹങ്കാരത്തിലെന്ന് ആരുടെ സംസാരിക്കരുത്. ഞാൻ പേടിച്ച് ഫോൺ കട്ട് ചെയ്ത്. പിന്നെ ഒരു കാര്യം, ഞാൻ നിക്കാഹ് കഴിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ ഇവിടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഇതുവരെയും ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇവർ ശരിക്കും അവരുടെ എന്തോ കമന്റിന് റിപ്ലൈ കൊടുത്തതാണ്. ഇവർക്കത് ബേസിക്കലി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാതെ തന്നെ ഇവർ സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ പുള്ളിക്കാരത്തി പറയണത്. അതായത് 50 പേരെയും കൊണ്ടങ്ങാണ്ട് റിപ്പോർട്ട് അടുപ്പിക്കും, ഞാൻ ചാനൽ പൂട്ടിക്കുന്നൊക്കെ. അങ്ങനെ എങ്ങനെയാണ് ചാനൽ പൂട്ടിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഒന്ന് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ നന്നായാണ് കേട്ടോ. അങ്ങ് റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ ചാനൽ പോകുന്ന ആരാണ് പറഞ്ഞത്? ഏതോമാരാണ് ഈ പറഞ്ഞുണ്ടാക്കിയത് ഈ റിപ്പോർട്ട് അടിച്ച ചാനൽ പോകുന്നത്? ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ വിവരദോഷികളുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഒരു സംഭവമേ ഇല്ല. യൂട്യൂബിൻ്റെതായിട്ടുള്ള പോളിസികളുണ്ട്, അത് ആദ്യമേ മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഈ ഇട്ടേക്കുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. നമ്മൾ കൗണ്ടർ നല്ലൊരു കൗണ്ടർ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രൈക്ക് അതേപോലെ അങ്ങ് മാറും. പിന്നെ 10 ദിവസം കഴിയുമ്പോൾ ഈ വീഡിയോ പഴയ പോലെ അങ്ങ് റീഇനിഷ്യേറ്റ് ആവും. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ സ്ട്രൈക്ക് മാങ്ങാത്തൊലി എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും പഠിപ്പിക്കല്ലേ. ഇവരുടെ പേരിൽ വേറെ ഏതെങ്കിലും ചാനലുകൾക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തോ. അതിനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇത്രയും ജാട അഹങ്കാരമുള്ള ഒരു വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു ലേഡിയുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ അറിയാം, അവരൊക്കെ ഭയങ്കര വിഷമത്തോടെ കരഞ്ഞാണ് ഒന്ന് സംസാരിക്കുന്നത്. അവരൊക്കെ ലിറ്ററലി ഇതിന്റെ മണിയാണ് മെയിനായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്നത്. എന്നിട്ട് അവരുടെ ചാനൽ പൂട്ടും എടുക്കും എന്നൊക്കെ. ഇവർ വന്ന വഴിയാണ് ശരിക്കും മറക്കുന്നത്. ശരിക്കും ഇവരെയൊന്നും ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യരുത്. ഇവരെയൊക്കെ എടുത്ത് വെച്ചിട്ട് ആദ്യമേ പ്രൊമോട്ട് ചെയ്തവന്മാരെ വേണം ആദ്യം പറയാനായിട്ട്. ഇല്ല, ഡോളർ കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴും ഇതിൽ നിന്നൊരു $100 9,000 രൂപ. ഞാൻ പ്രൊമോഷൻ വർക്കറല്ല, ഞാൻ എൻ്റെ ഫാമിലിയാണ് നിങ്ങളടുത്ത് പറയണത്. എനിക്ക് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ, 3 കുഞ്ഞു മക്കളാണ്. ഞാൻ പൂട്ടിയിട്ടിട്ടൊക്കെയാണ് ജോലിക്ക് പോകണം. ഞാൻ 1 വയസ്സിൽ പൊടിയുടെ ജോലിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ പൊടിക്ക് 3 പൂർത്തിയായി, 4 തുടങ്ങി. എന്നാരും വെല്ലുവിളിക്കണ്ട. ഞാൻ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കണതുമില്ല. നാളെ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കിക്കോ. നിങ്ങൾ ഡിലീറ്റ് ആക്കും. 50 പേരെ കൊണ്ട് റിപ്പോർട്ട് അടിപ്പിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് അടിച്ചോ. എനിക്ക് ആരും വല്ലാക്കി നിങ്ങൾ പറയും, നിങ്ങൾ 500 തന്ന്, 50 തന്ന്, 1000 തന്ന്, പല തവണയായിട്ടാ തന്ന. ആ പൈസ എല്ലാം എടുത്ത് കൊടുത്ത് ആദ്യം ഒരു 25 രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യം പൈസ കൊടുത്തു. ആദ്യം എൻ്റെ വീട് തുടങ്ങിയിട്ട് എത്ര മാസമായി എന്നറിയാമോ? പണി തുടങ്ങിയിട്ട്. അങ്ങനെ നാട്ടുകാർ. ഓക്കെ, എന്തായാലും സംഭവം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. എന്തായാലും ഞാനൊരു കാര്യം പറയാനുള്ളൂ. ഇനിയെങ്കിലും ഈ ചാനലുണ്ടല്ലോ, നമ്മളിപ്പം ഈ വളരെ സീറോയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കയറി ഇപ്പം 1 lakhോ അല്ലെങ്കിൽ 1 million അടിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തോ വലിയ സംഭവമാണ്, ബാക്കിയുള്ളമാരൊന്നും ഒന്നുമല്ല എന്നുള്ളൊരു ചിന്താഗതി കുറെ ആൾക്കാർ കൊണ്ട് നടക്കുന്നുണ്ട്. അതൊക്കെ നിന്റെയൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ഒരുമാതിരി പുച്ഛത്തോടെ കാണുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ സാധനം മാറ്റിയില്ലെങ്കിൽ നീ ഒന്നും ഒരു കാലത്തും ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. അത് എപ്പോഴും മനസ്സിലാക്കിയിട്ട് പെരുമാറിയാൽ മതി. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.